ഹലോ എവരിവൺ, കവർസം കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേ ചെയ്ത വിൻഡോ ബ്ലൈൻഡ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ടു കാണും, റോമൻ ബ്ലൈൻഡ്സിൻ്റെ വീഡിയോ കണ്ടു കാണുമെന്നൊക്കെ വിചാരിക്കുന്നു. ഈ വീഡിയോ ബ്ലൈൻഡ്സ് വിട്ടിട്ട് നമ്മൾ വാൾപേപ്പറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വാൾപേപ്പറിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. കുറേ ലെങ്തി ആയി പോകാൻ സാധ്യതയുണ്ട്, എന്നാലും പടപടാന്ന് സ്പീഡിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച ഒരു ചെറിയൊരു വീഡിയോ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ കയ്യിലിരിക്കുന്ന സംഭവമാണ് വാൾപേപ്പർ. ഇത് കണ്ടില്ലേ, പേപ്പറിൽ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് ഈ സൈഡിൽ ഗം യൂസ് ചെയ്തിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. വാൾപേപ്പർ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അന്വേഷിച്ച് അറിയാം. എല്ലാവരും ആദ്യം തന്നെ പറയാം നോൺ വോവൻ ടൈപ്പും വോവൻ ടൈപ്പും ആണ്. നോൺ വോവൻ ടൈപ്പ് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. കാരണം നോൺ വോവൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുലോസും വേറെ സബ്സ്ട്രാക്റ്റ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തൊരു പ്രത്യേകതരം മെറ്റീരിയലാണ്. നമ്മൾ ഇപ്പോൾ മാസ്ക് ഒക്കെ ഉണ്ടാക്കുന്നത് നോൺ വോവൻ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ആ മെറ്റീരിയലിൽ ഇതേപോലത്തെ ചെറിയ വിനൈൽ കോട്ടിങ് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ് നോൺ വോവൻ വാൾപേപ്പേഴ്സ്. ബാക്കിയുള്ളത് ഇതുപോലെ പേപ്പർ ബേസ് ആയിട്ട് അതിന് മുകളിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ ക്ലോത്തിന്റെ മുകളിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഈ പല ടൈപ്പ് അനുസരിച്ചും അതിൻ്റെ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ആവറേജ് റേറ്റ് വരിക വാൾപേപ്പറിന് 50 റുപ്പീസാണ് പെർ സ്ക്വയർ ഫീറ്റ്. ഒരു റോള് ഇതുപോലത്തെ ഒരു റോള് വരുമ്പോൾ അതിൽ 57 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ഡിസൈൻ എല്ലാം പാറ്റേൺ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയും. അപ്പോൾ ഒരു റോളിൽ നിന്ന് നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റിനടുത്ത് വാള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് വാള് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ സാധാരണ ഫ്ലാറ്റിലെല്ലാം ചിലപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്തതിന് മുകളിൽ കൂടി ആയിരിക്കും വാൾപേപ്പർ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ വാൾപേപ്പർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈമർ അടിച്ചിട്ടാൽ മതി. ചെറിയ ചെറിയ ഗ്രൂവ്സും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പുട്ടിയിട്ടും സ്ക്രാച്ച് ചെയ്തെല്ലാം കളയണം. വാള് ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാലാണ് വാൾപേപ്പറിന് ഭംഗി കൂടുതലായിട്ടുണ്ടാവുക. വാളിൽ മാത്രമല്ല കേട്ടോ, വാളിൽ ഒട്ടിക്കാം, പ്ലൈവുഡിൽ ഒട്ടിക്കാൻ പറ്റും, ജിപ്സത്തിൽ ഒട്ടിക്കാൻ പറ്റും. പിന്നെ വാൾപേപ്പർ കൂടുതൽ ഇന്റീരിയർ ആണ് ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നനയാൻ പാടില്ല. അപ്പോൾ ഇതിലുള്ള ഡിസൈൻസ് പോലെ ഓൾറെഡി ഒരുപാട് സാമ്പിൾ ബുക്കുകൾ ഉണ്ടാവും വാൾപേപ്പറിന്. ഒരു ബുക്കിൽ തന്നെ ഒരു മിനിമം ഒരു 100 ഡിസൈനെങ്കിലും ഉണ്ടാവും. അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ ഒരു 70ഓളം ബുക്കുകളുണ്ട്. അങ്ങനെ ഒരുപാട് സാമ്പിൾ ഡിസൈനുകൾ ഉണ്ടാവും. അതിലെല്ലാം ഇഷ്ടം പോലെ സ്റ്റോൺ ഡിസൈൻസ് വേണമെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ഓരോ റൂമിന് ഓരോ കളർ വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ പാറ്റേൺ, ഫ്ലോറൽ ഡിസൈൻ, വിൻറ്റേജ് ഡിസൈൻ, അങ്ങനെ ഡിസൈൻസിന് ഒരു കുറവുമില്ല വാൾപേപ്പറിൽ. ഇനി ഇതൊന്നും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിലേക്ക് നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇമേജോ, നമുക്കിപ്പോൾ ഷട്ടർ സ്റ്റോക്ക് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് എല്ലാം വെച്ചിട്ട് നമുക്ക് കസ്റ്റമായിട്ട് വാൾപേപ്പർ ചെയ്യാനും പറ്റും. അങ്ങനെ വാൾപേപ്പറിന് ഒരു വെറൈറ്റിക്ക് ഒരു രീതിയിലുള്ള ഇഷ്യൂ ഇല്ലാത്ത സംഭവമാണ് വാൾപേപ്പർ. ഒരു റൂമിലെ ഒരു വാളിലൊരു വാൾപേപ്പറും ഒരു വിൻഡോ ബ്ലൈൻഡ്സും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആ റൂമിൻ്റെ ഇൻറ്റീരിയർ ഒരു 70% തീർന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വാൾപേപ്പറിനെ പറ്റി പറയുമ്പോൾ വാൾപേപ്പറിന് അല്ലെങ്കിലുള്ള വേറെ ഓപ്ഷൻ വരുന്നത് ടെക്സ്ചറും പെയിൻറ്റിങ് ഒക്കെ തന്നെയാണ്. ടെക്സ്ചറും പെയിൻറ്റിങ്ങിനെ പറ്റും ഇതിന് എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ആണ്. കാരണം ഇത് ഡിജിറ്റൽ പ്രിന്റിങ് ആയതുകൊണ്ട് നമ്മളിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് കൂടുതലാണ്. റേറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ വാള് പെയിന്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു 50 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വരും. വാൾപേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 30 രൂപ തൊട്ട് സ്ക്വയർ ഫീറ്റിന് കിട്ടുന്നുണ്ട്. ഇതുപോലെ 57 സ്ക്വയർ ഫീറ്റിനുള്ള റോളാണ്. എന്നാലും ഒരു സ്ക്വയർ ഫീറ്റിന് 30, 40, 50, 60. പിന്നെ ജർമ്മൻ മെയ്ഡ്, അമേരിക്കൻ മെയ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടും. ഒരു റോളിന് 6000 വരെ മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട്, അതിന് മുകളിലും വരുന്നുണ്ട്. പിന്നെ ക്ലീനിങ്ങിന്റെ കാര്യം ശ്രദ്ധിക്കാനാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് എളുപ്പമാണ്. ചെറിയ ഇപ്പോൾ ഒരു അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ച് തുടച്ചെടുക്കാവുന്നുള്ളൂ. പിന്നെ വാക്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുമാതിരി എല്ലാ ക്ലീനിങ്ങും അതിൽ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഒരു വാൾപേപ്പർ ഒട്ടിച്ചു, ഒരു ചെറിയ സ്ഥലത്ത് എന്തെങ്കിലും പൊട്ടൽ വന്നു, പിന്നീട് നമ്മൾ പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പൊട്ടലോ ചെറിയൊരു പാടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം പെയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ആ പെയിന്റ് ചെയ്ത പാച്ചപ്പ് അറിയാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഒരു റോള് വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ വാൾപേപ്പർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇരിക്കുന്ന വാൾപേപ്പർ നമുക്ക് മാത്രമായിട്ട് കുറച്ച് ചെറിയ പീസ് വെച്ചിട്ട് അത് കവർ ചെയ്യാൻ പറ്റും. ഒരു വാൾപേപ്പറിന്റെ ലൈഫ് വരുന്നത് മിനിമം 9 വർഷമാണ്. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് വാള് പുട്ടിയിട്ട ശേഷം അതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും പറ്റത്തില്ല.
വാൾപേപ്പർ ഇങ്ങനത്തെ ഒരു റോൾ ഒട്ടിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു മണിക്കൂറിനുള്ളിൽ താഴെ സമയം മതി. ഇപ്പോൾ പെയിന്റ് ചെയ്യുന്ന പോലെ അല്ല, നമുക്ക് വളരെ നീറ്റായിട്ട് പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യാൻ പറ്റും. അതും ഈ വാൾപേപ്പറിന്റെ വലിയൊരു ഉപകാരമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ വാൾപേപ്പറിനെ പറ്റിയുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽസും വാൾപേപ്പറിന്റെ ഫോട്ടോസ് എല്ലാം അടങ്ങിയിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതും കൂടി ഒന്ന് കയറി നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മറ്റുള്ളവർക്ക് വീട് പുതിയതായിട്ട് പണിയുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും